ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു അവർ കാനഡ. ദേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എല്ലാം പറഞ്ഞുകൂടി തന്നെ ഇന്ന് ഞാൻ നാട്ടിൽ പോവാണ്. ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും അല്ല, കുറേ ദിവസം ആലോചനയ്ക്ക് ശേഷമാണ് ഞാനും മൂന്നാമത്തെ കുട്ടിയും അമലിനും കൂടിയാണ് പോകുന്നത്. റോസ്മിയും രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ കുറേ ദിവസങ്ങൾ ആലോചന ശേഷമാണ് ഈ തീരുമാനങ്ങൾ എടുത്തെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ നാട് ഇല്ലെങ്കിൽ ബന്ധക്കാരെ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇത്തവണ ഞാൻ നാട്ടിൽ പോകുന്നതിൻ്റെ ആ കാര്യങ്ങളും ഇല്ലെങ്കിൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം. കൂടാതെ തന്നെ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ 5 മാസം നമ്മൾ പോയിരുന്നത്. റോസ്മി 5 മാസം പോയപ്പം ഒട്ടനവധി കാര്യങ്ങളൊക്കെ നാട്ടിൽ ഞങ്ങൾ കണ്ടു മനസ്സിലാക്കി ഇത് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ള വീഡിയോ എല്ലാം ഞാൻ നാട്ടിലത്തെ ഈ യാത്രയോടൊപ്പം തന്നെ ഞാനത് ഒപ്പം തന്നെ ഇടാം. അപ്പം ഞാൻ ഒറ്റയ്ക്ക് നമ്മുടെ അമ്പലിനായിട്ട് പോകണം. ഞാൻ അവളെ ഉറങ്ങുകയാണേ. ബാ, വൈകിട്ട് വരെ ഇത് കളിയായിരുന്നു. ഇന്ന് -30 കേട്ടോ. -30 തണുപ്പ്. നാട്ടിലേക്ക് ഇന്ന് വ്യാഴാഴ്ചയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. രാവിലെ 1:30 സമയമായി. രാവിലെ 6 മണിക്കാണ് ഫ്ലൈറ്റ്. അതിപ്പം വെളിയിൽ ഭയങ്കര തണുപ്പാണ്, നമ്മൾ വിചാരിക്കുന്ന മുകളിൽ തണുപ്പാണ്. ശനിയാഴ്ചയാണ് ഞങ്ങൾ നാട്ടിൽ ചെല്ലുന്നത്. ശനിയാഴ്ച നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ തണുപ്പല്ല, ചൂടാണ്. ചൂട് +30. അപ്പോൾ ഈ -30 നിന്ന് +30 പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള ഒട്ടനവധി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നാളെ അമ്മീറക്കുട്ടിയോട് യാത്ര പറയുകയാണ്. ഇവിടെ കൊണ്ടുപോകുന്നില്ല, ഇവിടെയാണ് കൊണ്ടുപോകുന്നത്. മോളെ പോയിട്ട് വരാം കേട്ടോ. ഇനി എൻ്റെ ക്യാമറ പിടിക്കുന്ന നമ്മുടെ അമീറക്കുട്ടി അമീരക്കുട്ടി ഇവിടെ ചിരിക്കുന്നുണ്ട്. അമീരക്കുട്ടി പോയിട്ട് വേണ്ടേ? എന്നാ ഓക്കെ കേട്ടോ. ഓക്കെ, പോയിട്ട് വരാം. അങ്ങനെ നമ്മുടെ എയർപോർട്ടിൻ്റെ അകത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിനി ഫ്ലൈറ്റ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഞങ്ങൾ എഡ്മണ്ടയിൽ നിന്ന് ടൊറൻഡോയിൽ നിന്ന് സൗദി, പിന്നെ അവിടുന്ന് നേരെ നമ്മുടെ സ്വന്തം കൊച്ചിയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഞങ്ങളവിടെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാം കേട്ടോ. ഇനി നേരെ ടൊറൻഡോ അങ്ങനെ പോവാം. ഫ്ലൈറ്റിൽ കയറിയപ്പം തന്നെ അമിലിൻ കിടന്ന് നല്ല ഉറക്കമായി കേട്ടോ. ഇതിനിടയ്ക്ക് ഭക്ഷണമൊക്കെ വന്നു. അവൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല. ദേ, എനിക്ക് വന്ന ഭക്ഷണമൊക്കെയാണ് ഇത് കേട്ടോ. അപ്പോൾ അവളുടെ ഭക്ഷണം കൂടി എനിക്ക് പകുതി കഴിക്കേണ്ടി വന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു. അവൾ എഴുന്നേക്കുമ്പം കൊടുക്കാമെന്ന് വെച്ചു, കുറച്ച് മധുരമുള്ള സാധനങ്ങളൊക്കെ. ദേ, അങ്ങനെ ഇപ്പോൾ നമ്മൾ ടൊറൻഡോ എയർപോർട്ടിലെത്തി കേട്ടോ. ഇവിടെ കുറച്ച് സമയം ഇനി ഇരിക്കണം. അതിന് ശേഷം നേരെ ഇനി സൗദിയിലേക്ക്. എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ടാസ്ക് ഇവളെ മെരുക്കിയെടുത്തുകൊണ്ട് പോവുക എന്നുള്ളതായിരുന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ യാതൊരുവിധ ബുദ്ധിമുട്ടും എനിക്ക് യാത്രക്കിടെ ഉണ്ടാക്കിയില്ല. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഞാനായിരുന്നു ഒരു ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അവളെല്ലാം എൻജോയ് ചെയ്ത് എൻ്റെ കൂട്ടത്തിൽ പുതിയ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസത്തിന് അവൾ എൻ്റെ കൂടെ പോകുന്നു കേട്ടോ. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണേ. ഇവിടുന്ന് 8 മണിക്കൂറുണ്ട് പറഞ്ഞ പോലെ. ഇരുട്ടാറായി. കിഡ്സിന് കൊടുക്കുന്ന സാധനങ്ങൾ അമലിന് കിട്ടി കേട്ടോ. പിള്ളേർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. സൗദി എയർലൈൻസിൻ്റെ. അവൾ നല്ലപടി ഓടി കളിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു വീണ്ടും കിടന്ന് ഉറക്കായി കേട്ടോ. ഇനി നാട്ടിൽ ചെന്ന് കഴിയുമ്പം അമ്മയും അമീറ ഇല്ലല്ലോ, ചേച്ചിമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് നാട്ടിൽ നിൽക്കുമെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. നാട്ടിൽ റോസ്മിയുടെ പപ്പായും മമ്മിയും പിന്നെ എൻ്റെ അമ്മയും ഉണ്ട്. ഇവരെല്ലാം കൂടി ഒരുമിച്ചാണ്. അപ്പോൾ അവരുടെ വീട്ടിലാണ് നിൽക്കേണ്ടത്. ഞങ്ങളിവിടെ കൊച്ചിയിൽ വന്നു. ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞു. വേണ്ട അവസാനം വേണ്ട 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 ഇങ്ങനെ നോക്കിപ്പാ. പോട്ടെ 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 ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. പോട്ടെ 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 പോട്ടെ. വീഡിയോയുടെ ലെന്ത് കുറയ്ക്കാൻ വേണ്ടി സൗദിയിലെ കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. ദേ, അവളാണ് മുന്നേ പോകുന്നത്. നമ്മൾ കൊച്ചിയിലെത്തി. അവളെ എങ്ങനെ മുന്നേ പോകുകയാണെങ്കിൽ ഇടയ്ക്ക് പുറകോട്ട് നോക്കുവേ, ഞാൻ പുറകെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി. ഞങ്ങൾ രണ്ട് വെളിയിലേക്ക് ഇറങ്ങും കേട്ടോ. ഇവിടെ വന്നേക്കുന്നത് എൻ്റെ അമ്മയും റോസ്മിയുടെ മമ്മിയും വന്നിട്ടുണ്ട് കേട്ടോ. ഇവരെ തപ്പി കണ്ടുപിടിക്കണം. വെളിയിലെങ്ങാണ്ട് ഉണ്ട്. അതേണ്ട എത്തി. ഞങ്ങളെ കണ്ടിരുന്നു അവർ. ഇനി വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വന്നിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നോ. ഞങ്ങളെല്ലാവരും വന്ന് 5 മാസം ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ. 5 മാസം എന്ന് പറയുമ്പോൾ എത്ര ദിവസം, ഒരു കൊല്ലത്തിൻ്റെ പകുതി ദിവസങ്ങൾ ഞാൻ നിന്നു. റോസ്മിയുടെ അമ്മ, എൻ്റെ അമ്മ. എൻ്റെ അമ്മയെ നിങ്ങൾ കുറച്ച് പേര് കണ്ടു കാണും. ഒരു പ്രാവശ്യം അമ്മ കാനഡയ്ക്ക് വന്നിരുന്നു. ഇനി നാട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. ഒട്ടനവധി കാഴ്ചകളും ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെന്നാൽ ഇവരെയും കൂട്ടി നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലേ. നല്ല മഴയാണ്, നല്ല മഴ. നോക്കി
എന്നാ മില്ലേ മഴയാണോ? ഞാൻ കാണിച്ചേ. ഇപ്പം മഴ കാണാൻ വേണ്ടി ഓടുക. മഴ കുറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂറായിട്ട് നല്ല തണുപ്പായി, നല്ല ചൂടായിരുന്നേ. അവിടെ മഴയാണ്. അവിടെ നോക്കി അവിടെ പോയിരുന്നു. അപ്പോൾ അവിടെ പോയിരുന്നു. എഴി വെട്ടുന്നുണ്ടോ? അതൊക്കെ വെള്ളത്തിൽ കൈ കിടന്നു. നല്ല തണുപ്പാണ് കേട്ടോ. രാവിലെ നല്ല ചൂടായിരുന്നു. ഈയേ മഴയും കൊണ്ട് ഞങ്ങൾ വന്നല്ലേ. ഇനി മതി, ഇനി മതി. ഞങ്ങൾ തൊട്ടിൽ കിട്ടുക. കഴിഞ്ഞ കൊല്ലം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ പിള്ളേരെല്ലാം ഇവിടെയാണ്. ചേച്ചിയുടെയും ജോയിച്ചേട്ടൻ്റെയും പിള്ളേർ ഇവിടെ കിടക്കേണ്ട ആവശ്യം വന്നു. എല്ലാവരും ഇവിടെയായിരുന്നു അല്ലേ? അൽഫാൻസ് ഇവിടെയായിരുന്നു. അപ്പോൾ എല്ലാ പിള്ളേരും ജൂനിയർ അമിലിൻ വരെ ഞങ്ങളവിടെ തൊട്ടിൽ കെട്ടിയിട്ട് അവള് ഒന്ന് മനസ്സിലാക്കുവാണ്. കഴിഞ്ഞ കൊല്ലം കെട്ടി സുഖാടിനത് പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ കൊല്ലം അറിയത്തില്ലായിരുന്നു. അവളെ സൂചിച്ചൊക്കെ ഇരിക്കുക. നമുക്ക് എല്ലാ മുറിയിലും തൊട്ടിൽ കേട്ടാ കേട്ടോ. അമ്മയ്ക്കും പപ്പായ്ക്കും താങ്ക് യു. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.